ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പുക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രം അകലെയായി 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂമും 1600 സ്ക്വയർ ഫീറ്റുള്ള ഓണർ 54 ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 5 മീറ്റർ ആയിട്ടുള്ള ഇൻറ്റേർണൽ റോഡും കൂടാതെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി ഡ്രെയിനേജ് സംവിധാനവും നമുക്ക് ഈ വില്ല ഫ്ലോട്ടിൽ ലഭ്യമായിട്ടുള്ളതാണ്. കൂടാതെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കിണർ സൗകര്യവും എല്ലാ ഫ്ലോട്ടിലേക്കും വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള കിണർ സൗകര്യവും ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതയാണ്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. കയറി വരാം നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക്. ഇവിടെ ഫ്ലോൾഡിങ്ങിലും സ്ലൈഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് നല്ല 2 വണ്ടികൾ ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ പോർഷനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ഇത് നൽകാനുള്ള യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല വിശാലമായ സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4-5 പേർക്ക് ഈസി ആയിട്ടിരുന്ന് ഇരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഡോറ് നൽകിയിരിക്കുന്നത് 2 പാളിയിലാണ്. നല്ല ഡിസൈനിലാണ് ഡോർ നൽകിയിരിക്കുന്നത്. ഡോറ് പറയുന്നത് തേക്ക് മരത്തിലാണ്. കൂടാതെ ഫ്രെയിം വരുന്നത് മഹാഗണി മരത്തിലുമാണ്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ലിവിംഗ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് നല്ല വലിയ സെറ്റി പോലും ഇടാവുന്ന രീതിയിലുള്ള ലിവിംഗ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ മനോഹരമായ നല്ല വലുപ്പത്തിലുള്ള ഒരു TV യൂണിറ്റും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. കൂടാതെ നമുക്ക് നല്ല നല്ല ഡിസൈനിൽ ഫാൾസീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ലിവിംഗ് സ്പേസ് മനോഹരമാക്കിയിരിക്കുന്നു. ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് ഏരിയ 4-5 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് സൈഡിലേക്ക് മാറ്റി ഒതുക്കി ഒരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു. വാഷ് ബേസിൻ കൗണ്ടറിൻ്റെ അടിയിൽ നല്ല പാസേജ് സൗകര്യവും നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിലുള്ള ഒരു കിച്ചണിലേക്കാണ്. കിച്ചൺ ഇവിടെ നല്ല വലുപ്പത്തിലാണ് നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയും നല്ല മൾട്ടിവുഡ് തീർത്ത കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കിച്ചണിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസിലാണ്. വർക്ക് ഏരിയ നല്ല ഫുൾ ലെങ്ത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 തട്ടായിട്ട് നല്ല ഫുൾ ലെങ്ത്തിൽ ഇവിടെ വർക്ക് ഏരിയ ഫുള്ള് ഷീറ്റ് കവേർഡ് ചെയ്ത് മനോഹരമാക്കി നൽകിയിരിക്കുന്നു. നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂം ഉള്ളതിനാൽ തന്നെ നല്ല വലുപ്പത്തിലാണ് ഇവിടെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ഡിസൈനൊക്കെ ചെയ്ത് വാൾഡ്രോബ്സുകളും ഇവിടെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. നല്ല വലുപ്പത്തിലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ചെറിയ മിറർ യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല ഫാൾസിലും നല്ല വർക്കുകളൊക്കെ ചെയ്ത് ഈ ബെഡ്റൂമും മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ ഒരു ബാത്റൂമിലേക്കാണ്. നല്ല വലുപ്പത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ബാത്റൂമും നല്ല കളർ കോമ്പിനേഷനുള്ള ടൈലുകളൊക്കെ നൽകി മനോഹരമാക്കി നൽകിയിരിക്കുന്നു. സൈഡിലേക്ക് മാറ്റി ഒരു വാഷ് ബേസിനും ഇവിടെ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഇവിടേക്ക് സ്റ്റെപ്പുകൾ വരുന്നത്. സ്റ്റെപ്പുകൾ സ്റ്റീലിൻ്റെ ഹാൻഡിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് മരത്തിൻ്റെ ഡിസൈനിലുള്ള ടൈലുകൾ പാവി മനോഹരമാക്കി നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ ഇവിടെ ഒരു ചെറിയ അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയ ഒരുപാട് വലുപ്പമുള്ളതല്ല, എന്നാലും മീഡിയം വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെയും ചെറിയ രീതിയിലുള്ള ഫാൾസിലിംഗ് ലൈറ്റുകളൊക്കെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടൈലുകളൊക്കെ നല്ല വൈറ്റ് ടൈലുകളൊക്കെ നൽകി മനോഹര ഡിസൈനിൽ തീർത്ത വൈറ്റ് ടൈലുകൾ നൽകി ഈ ബെഡ്റൂം
മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു. കൂടാതെ നല്ല രീതിയിലുള്ള വാൾഡ്രോബ്സുകളും ഇവിടെ നൽകിയിരിക്കുന്നുണ്ട്. ഒരു ചെറിയ മിറർ യൂണിറ്റും കൂടെ നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ ഇവിടെ ഫാൾ സീലിംഗ് വർക്കുകളും ചെയ്ത് ഈ ബെഡ്റൂം അതിമനോഹരമാക്കിയിരിക്കുന്നു. ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത്. ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടറും ഇവിടെ നൽകിയിരിക്കുന്നു. കൂടാതെ നല്ല മോഡൽ ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമും ന്യായമായ വലുപ്പമുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. നല്ല വലുപ്പത്തിലാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. കൂടാതെ ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകളും ഇവിടെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ ഒരു ചെറിയ സെപ്പറേഷനായിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയാണ് വരുന്നത്. ഈ നല്ല വലുപ്പത്തിലാണ് ഈ ബാത്റൂമും നൽകിയിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ടൈലുകളൊക്കെ നൽകി, നല്ല ഡിസൈനുള്ള ടൈലുകളൊക്കെ നൽകി ഈ ബാത്റൂമും മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ സൈഡിലേക്ക് മാറി ഒതുക്കി നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4-5 പേർക്ക് ഈസി ആയിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ബാൽക്കണിയും ഇവിടെ നൽകിയിരിക്കുന്നത്. 3,600 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1,600 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 54 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ വേണമെങ്കിലും ലോൺ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകാവുന്നതാണ്.